ഗൂഗിൾ ഡ്രൈവ് ഓർ വൺ ഡ്രൈവ് ഏതാണ് നിങ്ങൾ എടുക്കേണ്ടത്, ഏതാണ് നിങ്ങൾക്ക് പറ്റിയ ഓപ്ഷൻ എന്ന് ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം. സോ എല്ലാവർക്കും മാനസ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഏറ്റവും ആദ്യമേ ദ ഫ്രീ സ്റ്റഫ് ഗൂഗിൾ ഡ്രൈവ്. എന്തുകൊണ്ട് ഫ്രീ സ്റ്റഫ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അത്യാവശ്യം ബഡ്ജറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഡ്രൈവിനകത്ത് നമുക്ക് 15 GB, അതായത് 15 GB സ്റ്റോറേജ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങളൊരു സ്റ്റാർട്ടറാണ് എന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം ജനറസ് ആയിരിക്കും. പക്ഷേ ഇതിനുള്ളൊരു ക്യാച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 15 GB നിങ്ങളുടെ ജിമെയിൽ, അതുപോലെ ഗൂഗിൾ ഫോട്ടോസ്, അതുപോലെ ഡ്രൈവിൻ്റെ ബാക്കപ്പ് എല്ലാം വരുന്നത്. എന്നാലും 15 GB ഉണ്ടല്ലോ. പക്ഷേ വൺ ഡ്രൈവിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ ഡ്രൈവ് ആപ്പാടെ 5 GB മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് സ്റ്റോറേജ് തരുന്നുള്ളൂ. സോ സ്റ്റോറേജ് വൈസ് ഫ്രീ ആയിട്ട് തരുന്നത്, ഫ്രീ സ്റ്റോറേജ് വൈസ് നമുക്ക് ഗൂഗിൾ ഡ്രൈവിന് പോയിന്റ് കൊടുക്കാം. പക്ഷേ പെയ്ഡ് സബ്സ്ക്രിപ്ഷനിലോട്ട് വരുന്ന സമയത്താണ് കളി മാറുന്നത്. അതായത് ഗൂഗിൾ ഡ്രൈവിനകത്ത് അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഗൂഗിൾ വൺ വഴി. പക്ഷേ നിങ്ങളിപ്പോൾ പവർ പോയിന്റ് അല്ലെങ്കിൽ വേർഡിന് വേണ്ടി അല്ലെങ്കിൽ എക്സലിന് വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റ് 365 ഓൾറെഡി പേ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ പ്ലാനിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് 1 TB സ്റ്റോറേജ് ആ ഒരു പ്ലാനിൻ്റെ ഉള്ളിലുണ്ട്. സോ അതിനുവേണ്ടി നിങ്ങൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു 5 GB കാര്യം നിങ്ങൾക്ക് മാറ്റർ ചെയ്യില്ല. ഇപ്പോൾ നിങ്ങളൊരു ഗൂഗിൾ വർക്ക് സ്പേസ് യൂസറാണ്, അതായത് ജിമെയിൽ, ഫയൽസ്, ഡോക്സ് ഒക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു അൺബീറ്റബിൾ ചാമ്പ്യനാണ്. കാരണം ഗൂഗിളിൻ്റെ തന്നെ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് അത്യാവശ്യം പവർഫുൾ ആണ്. AI ബേസ്ഡ് ആയിട്ടുള്ള സെർച്ച് എഞ്ചിനാണ് ഗൂഗിളിനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പഴയ ഒരു ഫയൽ ഗൂഗിൾ ഡ്രൈവിൽ തപ്പിയെടുക്കണമെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം ഗൂഗിളിൻ്റെ AI വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ കമ്പനിയും കൂടെ ആണല്ലോ. ഇനി വൺ ഡ്രൈവിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ സ്കൂൾ അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് മൊത്തം മൈക്രോസോഫ്റ്റ് ഓഫീസിലാണ് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ മൈക്രോസോഫ്റ്റ് ഓഫീസാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ, മൈക്രോസോഫ്റ്റ് ഓഫീസ് വിൻഡോസുമായിട്ട് ഡീപ്ലി തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ മൈക്രോസോഫ്റ്റ് എക്സലിൽ ഒരു ലൈൻ മാറ്റി കൊടുക്കുകയാണ്, 50 MB സ്പ്രെഡ്ഷീറ്റ് നിങ്ങൾ ഒരു ലൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഒറ്റ ലൈൻ മാത്രമായിരിക്കും അപ്ലോഡ് ആവുന്നത്. സോ അതൊരു നല്ല കാര്യം തന്നെയാണ് ഈ ഒരു ബ്ലോക്ക് ലെവൽ സിങ്ക് ടെക്നോളജി എന്ന് പറയുന്നത്. സോ ഈ ഒരു ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ വലിയ ഓഫീസ് വൈസ് എല്ലാം സിങ്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം ഫാസ്റ്റും എഫിഷ്യൻറ്റും തന്നെയായിരിക്കും. ആൻഡ് നിങ്ങൾ സെക്യൂരിറ്റി കോൺഷ്യസ് കൂടെയാണ് എന്നുണ്ടെങ്കിൽ വൺ ഡ്രൈവിനകത്ത് പേഴ്സണൽ വോൾട്ട് എന്ന് പറഞ്ഞ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഗൂഗിൾ ഡ്രൈവിൻ്റെ കേസിന് വീണ്ടും നോക്കുകയാണെങ്കിൽ, ഗൂഗിൾ ഡ്രൈവിനകത്ത് ഗൂഗിൾ ഫോട്ടോസിൻ്റെ ഇൻറ്റഗ്രേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് എടുക്കുന്ന ഫോട്ടോസ് എല്ലാം നമുക്ക് ഗൂഗിൾ ഡ്രൈവിലോട്ട് ബാക്കപ്പ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ വൺ ഡ്രൈവിനകത്ത് ഫുൾ സെക്യൂരിറ്റി, അതായത് ഫുൾ കൺട്രോളിംഗ് ആണ്, അതായത് പാസ്വേഡ് പ്രൊട്ടക്ഷൻ പോലത്തെ ഫീച്ചേഴ്സ്. അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ് നമുക്ക് ഫയൽസിന് എക്സ്പയർ ഡേറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളത്. ആൻഡ് നമ്മൾ ഗൂഗിൾ ഡ്രൈവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വൺ ഡ്രൈവിനകത്ത് ആ ഒരു ബ്ലോക്ക് ലെവൽ സിങ്ക് ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ഫയൽസൊക്കെ സിങ്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം ഫാസ്റ്റാണ്. ഗൂഗിൾ ഡ്രൈവും വെൽ ഒപ്റ്റിമൈസ്ഡ് ആണ്, പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കുറവാണെന്ന് മാത്രം. സോ ഫൈനലി നിങ്ങളൊരു ഗൂഗിൾ ഡ്രൈവ് എടുക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് 15 GB സ്റ്റോറേജ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഗൂഗിൾ വർക്ക് സ്പേസ് യൂസറാണ്, അതായത് ജിമെയിൽ, ഡോക്സ് ഒക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ സീംലെസ് ആയിട്ടുള്ള ഫോട്ടോ ഫയൽ മാനേജ്മെൻറ്റും അതുപോലെ ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ചെയ്യാനായിട്ട് പറ്റണം. സോ അതിനും ഗൂഗിൾ ഡ്രൈവ് ആയിരിക്കും നല്ലത്. ദെൻ നിങ്ങൾ വൺ ഡ്രൈവ് യൂസ് ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ആ ഒരു മൈക്രോസോഫ്റ്റ് 365 വേണ്ടി ആ ഒരു പ്ലാൻ നിങ്ങൾ പേ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു 1 TB സ്റ്റോറേജ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ആൻഡ് നിങ്ങളൊരു ഹെവി വിൻഡോസ് യൂസറാണ് എന്നുണ്ടെങ്കിൽ, ആൻഡ് ആ ഒരു ബ്ലോക്ക് ലെവൽ സിങ്ക് ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ലാർജർ ആയിട്ടുള്ള ഫയൽസ് എല്ലാം സിങ്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം എളുപ്പമാണ്. അതായത് സെക്യൂരിറ്റി കോൺഷ്യസ് ആണെങ്കിൽ, അതായത് പാസ്വേഡ് പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ പേഴ്സണൽ വോൾട്ട് എന്ന് പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഇതിനകത്തുണ്ട്. സോ കുറച്ചും കൂടെ സെക്യൂർ ആണ്. സോ അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരെയും ഗുഡ് ബൈ.